അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. പൂർണ്ണനായ ഗുരു ക്രിസ്തു മാത്രമാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഗുരുവിൻ്റെ വാചകത്തിലൂടെ നമുക്ക് മഹത്തായ ഒരു ദൈവവിളി ലഭിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിലേക്കുള്ള വിളി. ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലുള്ളവരെ ഈ പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നു മേരി മാതാ യൂണിറ്റ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയെങ്കിലും വീഴും. എവിടെ നോക്കിയാലും കൂരാക്കൂരിട്ട്. ഇവിടെ കിടന്ന് ഞങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമുക്കൊരു ഗുരുവില്ലേ? ഗുരുവിന് നമ്മെ സഹായിക്കാൻ പറ്റും. ശരിയാ, ഗുരുവിന്റെ കാലൊച്ച കേൾക്കുന്നുണ്ട്. മക്കളെ, നമ്മുടെ ഗുരു വരുവിൻ, ഞാൻ നിങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കാം. ഗുരു, ഈ ഇരുട്ടിൽ നാം എങ്ങനെ സഞ്ചരിക്കും? മക്കളെ, എൻ്റെ ഹൃദയത്തിൽ ഒരു വിളക്കുണ്ട്. ദൈവസ്നേഹവും ദൈവവിശ്വാസവും ദൈവത്തോടുള്ള പ്രത്യാശയും ചേർന്ന ഒരു കെടാവിളക്ക്. ആ വിളക്ക് നമ്മെ നയിക്കും. ഗുരു, നമുക്ക് മുൻപിൽ അന്ധകാര ശക്തികൾ തടസ്സം നിൽക്കുമ്പോൾ നാം എങ്ങനെ അതിനെ അതിജീവിക്കും? ദൈവവചനമാകുന്ന ഇരുതലവാൾ മുറുകെ പിടിക്കുക. ഏതു ദുഷ്ടശക്തികളെയും അവയുടെ പരീക്ഷണത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ജീവിത പ്രശ്നങ്ങൾ വഴിമുടക്കുമ്പോൾ, ദുഃഖങ്ങളും വേദനകളും ജീവിതത്തിൽ മാറി മാറി വരുമ്പോൾ, രോഗങ്ങളും ദുരിതങ്ങളും ജീവിതത്തിന് കുറുകെ ഒരു മല പോലെ നിൽക്കുമ്പോൾ അവയെ എങ്ങനെ മറികടക്കും? ദൈവമാതാവിനോടുള്ള ഭക്തി ജപമാല എന്ന ദിവ്യ ആയുധത്തിലൂടെ ലഭിക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥം. മല പോലെ നിൽക്കുന്ന തടസ്സങ്ങൾ അതിജീവിക്കാൻ ആ മധ്യസ്ഥം കൊണ്ട് സാധിക്കും. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറൈന്തവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറൈന്തവളമ്മ. പരദീസை போல அம்மா தெய்வம் வாழத்தான், புண்ணிய ஸ்தலமாக அம்மா இயேசு வளரத்தான். பரதீசை போல அம்மா தெய்வம் வாழத்தான், புண்ணிய ஸ்தலமாக அம்மா இயேசு வளரத்தான். அம்மா இந்த நம்மா இந்த நேசு இன்னம்மா, அம்மா இந்த நம்மா எனக்கு சுவை தந்த அம்மா. ஆவே மரியா கன்னியா மாதாவே, ஆவே மரியா கன்னியா மாதாவே.
ചൂട് ഞങ്ങൾ തളർന്നു വീഴും. ഞങ്ങളുടെ ആത്മീയ ശക്തികൾ ചോർന്നു പോകുന്നു. തളർച്ചയിൽ കരുത്തു നൽകാൻ ദിവ്യകാരുണ്യമായി യേശു, തകരുന്ന ഹൃദയങ്ങൾക്ക് ശക്തി ലഭിക്കാൻ വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. നിൽക്ക്. നമുക്ക് മുമ്പിൽ കുറേ വഴികൾ. ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ വഴിതെറ്റും. ദിശകളറിയാത്ത യാത്രയിൽ ദിശാബോധം പകർന്നു നൽകുവാൻ ദൈവം നമുക്കൊരു സഹായികനെ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ യാത്രയിൽ നമ്മെ വഴി നടത്തും. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ശരിയാ, നീണ്ട 12 വർഷം ഗുരുവിൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചു. നന്മയും തിന്മയും തിരിച്ചറിയാൻ എനിക്ക് ശക്തി ലഭിച്ചു. വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. ഗുരു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറച്ച പ്രകാശം ഇതാ ലോകം മുഴുവൻ ഞങ്ങൾ പകർന്നു കൊടുക്കുന്നു. വരുവിൻ, നമുക്ക് പ്രകാശത്തിന്റെ മക്കളാകാം. എൻ്റെ പ്രിയ മക്കളെ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എത്ര മഹത്തായ ഒന്നാണെന്ന് തിരിച്ചറിയുവിൻ. നിന്റെ കുറവുകളിൽ നീ തളരരുത്. മോശയെ ഞാൻ തിരഞ്ഞെടുത്തു. അവൻ്റെ കുറവായ വിക്കിന് പകരമായി അഹറോനെ നൽകി. ഇടയബാലനായ ദാവീദിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് രാജാവാക്കി. മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന ശിമയോനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റി. സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂളിനെ വിജാതിയരുടെ അപ്പസ്തോലൻ പൗലോസാക്കി. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞാനാണെന്ന് തിരിച്ചറിയുവിൻ. ഇതാ, ഈ ദിവ്യായുധങ്ങൾ സ്വീകരിച്ച് വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവരാരും അന്ധകാരത്തിൽ നടക്കുന്നില്ല. വെളിച്ചമായ ദൈവമേ, വെളിച്ചമേകും ദൈവമേ, വെളിച്ചമായി മാറുവാൻ വെളിച്ചമെങ്ങും